2025 ഫെബ്രുവരിയിലെ ആദ്യ എക്സ്പ്രസ് എൻട്രി നറുക്കെടുപ്പിൽ കാനഡയിൽ സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാൻ 4000 പേരെ ക്ഷണിച്ചിരിക്കുകയാണ്. നിലവിൽ കാനഡയിലുള്ളവർക്കും ഇവിടെ ജോലി പരിചയമുള്ളവർക്കും പ്രത്യേകിച്ച് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് പ്രോഗ്രാമിന് കീഴിലുള്ളവർക്കും ഇത് സന്തോഷ വാർത്തയാണ്. കാനഡയുടെ ഇമിഗ്രേഷൻ ഓഫീസ് സ്ഥിരതാമസത്തിനുള്ള അപേക്ഷകൾ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഓൺലൈൻ സംവിധാനമാണ് എക്സ്പ്രസ് എൻട്രി. വിദഗ്ധ തൊഴിലാളികളെയും കാനഡയിൽ പരിചയസമ്പന്നരെയും കേന്ദ്രീകരിച്ചുള്ള വ്യത്യസ്ത ഇമിഗ്രേഷൻ പ്രോഗ്രാമുകളിലൂടെ സ്ഥിരതാമസക്കാരാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇത് ഉപയോഗിക്കുന്നുമുണ്ട്. കാനഡയിൽ സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എക്സ്പ്രസ് എൻട്രി സിസ്റ്റത്തിൽ അവരുടെ പ്രൊഫൈലുകൾ സമർപ്പിക്കുകയാണ് ചെയ്യുക. തുടർന്ന് അവരുടെ CRS സ്കോറുകളുടെ അടിസ്ഥാനത്തിൽ അവരുടെ പ്രൊഫൈലുകൾ റാങ്ക് ചെയ്യപ്പെടും. പ്രായം, വിദ്യാഭ്യാസം, ജോലി പരിചയം, ഭാഷാ വൈദഗ്ധ്യം തുടങ്ങിയ ഘടകങ്ങളായിരിക്കും റാങ്കിനായി പരിഗണിക്കുക. ഏറ്റവും ഉയർന്ന CRS സ്കോറുള്ള അപേക്ഷകരെ പതിവ് നറുക്കെടുപ്പുകളിൽ സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാൻ ക്ഷണിക്കും. 2025 ഫെബ്രുവരി 5-ന് 521 അല്ലെങ്കിൽ അതിൽ കൂടുതൽ CRS സ്കോർ നേടിയ ഉദ്യോഗാർത്ഥികളെയാണ് നറുക്കെടുപ്പിൽ ക്ഷണിച്ചിരിക്കുന്നത്. ഈ വർഷം ഇതുവരെയുള്ള കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് നറുക്കെടുപ്പിനുള്ള ഏറ്റവും കുറഞ്ഞ CRS സ്കോറായിരുന്നു ഇത്. നറുക്കെടുപ്പിനുള്ള ടൈ ബ്രേക്കിംഗ് 2025 നവംബർ 14 നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഒന്നിലധികം ഉദ്യോഗാർത്ഥികൾക്ക് ഒരേ CRS സ്കോർ ഉണ്ടെങ്കിൽ ആദ്യം പ്രൊഫൈൽ സമർപ്പിച്ചയാൾക്ക് മുൻഗണന നൽകും. മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു വ്യക്തിയുടെ പ്രൊഫൈൽ എത്രത്തോളം ശക്തമാണെന്ന് CRS സ്കോർ കണക്കാക്കും. ഉയർന്ന CRS സ്കോർ അർത്ഥമാക്കുന്നത് കാനഡയിൽ സ്ഥിരതാമസത്തിനായി അപേക്ഷിക്കാനുള്ള ക്ഷണം ലഭിക്കാനുള്ള മികച്ച അവസരമാണ്. 2025 ഫെബ്രുവരി 5-ലെ കണക്കനുസരിച്ച് ഓരോ CRS സ്കോർ ശ്രേണിയിലും എത്ര അപേക്ഷകരാണ് കടന്നുകൂടിയതെന്ന് നോക്കാം. 173 അപേക്ഷകർക്ക് 601-നും 1200-നും ഇടയിൽ സ്കോറുണ്ട്. 23,765 അപേക്ഷകർക്ക് 501-നും 600-നും ഇടയിൽ സ്കോറുണ്ട്. 68,910 അപേക്ഷകർക്ക് 451-നും 500-നും ഇടയിൽ സ്കോറുണ്ട്. 63,508 അപേക്ഷകർക്ക് 401-നും 450-നും ഇടയിൽ സ്കോറുണ്ട്. 51,079 അപേക്ഷകർക്ക് 351-നും 400-നും ഇടയിൽ സ്കോറുണ്ട്. 21,576 അപേക്ഷകർക്ക് 301-നും 350-നും ഇടയിൽ സ്കോറുണ്ട്. 5,641 അപേക്ഷകർക്ക് 300-ൽ താഴെ സ്കോറുണ്ട്. ഈ ഒരു കണക്ക് ഇതിലെ മത്സരത്തിലെ കണക്കാണ് കാണിക്കുന്നത്. 451 മുതൽ 500 ശ്രേണിയിൽ സ്കോറുകളുള്ള നിരവധി അപേക്ഷകരുണ്ട്. പൗരത്വം ലഭിക്കുന്നതിനുള്ള മത്സരം കടുക്കുമെന്നാണ് ഇത് കാണിക്കുന്നത്. ഭാവി നറുക്കെടുപ്പുകളിൽ അവസരങ്ങൾ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന അപേക്ഷകർക്ക് CRS സ്കോറുകൾ വർദ്ധിപ്പിക്കാൻ നിരവധി തന്ത്രങ്ങളുണ്ട്. ഭാഷാ പരീക്ഷകളിൽ ഉയർന്ന സ്കോറുകൾ നേടുന്നത് നിങ്ങളുടെ CRS സ്കോറുകൾ ധാരാളം പോയിന്റുകൾ ചേർക്കും. കാനഡയിൽ കൂടുതൽ പ്രവൃത്തി പരിചയം നേടുന്നത് നിങ്ങളുടെ സ്കോർ വർദ്ധിക്കാൻ കാരണമാകും. ഒരു കനേഡിയൻ പ്രവിശ്യ നിങ്ങളെ നാമനിർദ്ദേശം ചെയ്താൽ നിങ്ങൾക്ക് 600 പോയിന്റുകൾ കൂടി ലഭിക്കും. ഇത് നിങ്ങൾക്കൊരു ITA ലഭിക്കുമെന്ന് ഉറപ്പു നൽകും. കാനഡയിൽ കൂടുതൽ വിദ്യാഭ്യാസം നേടുകയോ നിങ്ങളുടെ വിദേശ യോഗ്യതകൾ അംഗീകരിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ CRS സ്കോർ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. 2025-27-ലെ കാനഡയുടെ ഇമിഗ്രേഷൻ പദ്ധതികൾ ഫ്രഞ്ച് സംസാരിക്കുന്നവരോ ഉയർന്ന ഡിമാൻഡ് കഴിവുകളുള്ള ആളുകളോ പോലുള്ള നിർദ്ദിഷ്ട ഗ്രൂപ്പുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചേക്കാം. അതിനാൽ നിങ്ങൾ ഇതിനകം എക്സ്പ്രസ് എൻട്രി പൂളിലാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ അവലോകനം ചെയ്യാനും ഭാവി നറുക്കെടുപ്പുകൾക്കായി അത് മെച്ചപ്പെടുത്താനുമുള്ള വഴികൾ നോക്കാനും ഇത് നല്ല സമയമാണ്. കാനഡയിൽ സ്ഥിരതാമസത്തിനായി അപേക്ഷിക്കാൻ വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് കഴിയുന്ന പ്രധാന മാർഗങ്ങളിലൊന്നാണ് എക്സ്പ്രസ് എൻട്രി സിസ്റ്റം. കൂടാതെ കാനഡയുടെ സമ്പദ്വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്നവർക്കും ധാരാളം അവസരങ്ങളുണ്ട്.